അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നോക്കാം, വ്യക്തമാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമാക്കി എഴുതാനാണ്. ഒന്നാമത്തത്, കപടവിശ്വാസിയുടെ അടയാളം. കപടവിശ്വാസിയുടെ അടയാളം ഏതൊക്കെയാണ്? കളവ് പറയൽ. അപ്പം കളവ് പറയലാണ് കപടവിശ്വാസിയുടെ അടയാളം. ഇനി രണ്ടാമത്തത്, ഒരു കാര്യം ഉള്ളതുപോലെ പറയൽ. അതിനെന്താണ് പറയുക? സത്യം. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ്. ഇനി മൂന്നാമത്തത്, സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം. ഇപ്പം രണ്ടാൾ കണ്ടുമുട്ടുമ്പോൾ അവർ സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം ആണ് ഏത്? അസ്സലാമു അലൈക്കും എന്നുള്ളത്. അസ്സലാമു അലൈക്കും. നാലാമത്തത്, അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത് അയൽവാസികൾ എന്നാണ്. അപ്പം അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവർക്കാണ് അയൽവാസി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത്, ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകൻ. അപ്പോൾ കുറേ കഥകൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതും വെള്ളം കൊണ്ടുവരുമ്പോഴേക്ക് ഉമ്മ ഉറങ്ങിപ്പോയതും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകൻ അതാരാണ്? യഹിയ ബിനു ഷറഫ്. യഹിയ ബിനു ഷറഫ്. ഇനി രണ്ടാമത്തെ ഭാഗം, ശരിയായവക്ക് ശരി എന്നും തെറ്റായവക്ക് തെറ്റ് എന്നും രേഖപ്പെടുത്താം. അപ്പോൾ അതിന് അവിടെ കള്ളി കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കള്ളിയിൽ ശരിക്ക് നേരെ ശരി എന്നിടുക, തെറ്റിന് നേരെ തെറ്റ് എന്നിടുക. ഒന്നാമത്തത്, മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം. അപ്പോൾ അത് ശരിയാണ്. മാതാപിതാക്കൾ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കുകൾ നാം എന്താക്കണം? അവർ പറയുന്നതൊക്കെ കേൾക്കണം. അപ്പോൾ അവരുടെ വാക്കുകൾ നാം അനുസരിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. അപ്പോൾ അവിടെ ശരി എന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തത്, അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പം അറിവ് പഠിപ്പിച്ചു തരുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പം അതും എന്താണ്? ശരിയാണ്. ഉസ്താദുമാർക്കൊക്കെ വലിയ സ്ഥാനം കൊടുക്കണം, വേണ്ടേ? അപ്പം അത് അവിടെ ശരിയാണ്. ആ ബ്രാക്കറ്റിൽ അല്ല, അവിടെ ആ ഒരു കള്ളിയിൽ എന്തിടുക? ശരി എന്നിടുക. ഇനി അടുത്തത് മൂന്നാമത്തതാണ്, ബന്ധുക്കളെ നാം സ്നേഹിക്കരുത്. അപ്പം നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും അവരെ ഒന്നും സ്നേഹിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റ് എന്നിടുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും അയൽവാസികളൊക്കെ എന്താക്കണം? സ്നേഹിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം ബന്ധുക്കളെയും നമ്മൾ എന്താക്കുകയാണ് വേണ്ടത്? സ്നേഹിക്കുകയാണ് വേണ്ടത്. അപ്പം ഇവിടെ സ്നേഹിക്കരുത് എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണ്. അപ്പം അവിടെ തെറ്റ് എന്ന് രേഖപ്പെടുത്തുക. ഇനി നാലാമത്തത്, ബിസ്മി ചൊല്ലി വേണം എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഏതൊരു കാര്യങ്ങളും ഏതൊരു നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത്? ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് അവസാനിക്കുമ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത് എന്ന്. അത് തെറ്റാണ്. അപ്പോൾ ബിസ്മി ചൊല്ലി വേണം എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത്, കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതാണ്. അപ്പോൾ കളവ് പറയാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾക്ക് യോജിച്ചത് എന്താണ്? സത്യം പറയലാണ്. അപ്പോൾ ഇവിടെ കളവ് പറയൽ എന്നാണ്. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റ് രേഖപ്പെടുത്തുക. കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതാണ് എന്നുള്ളത് എന്താണ്? അവിടെ തെറ്റാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഭാഗം നോക്കാം, ഉത്തരം എഴുതാം. അപ്പോൾ താഴെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം, സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം? അപ്പോൾ സത്യം പറയുന്നവരെ ആരൊക്കെയാണ് ഇഷ്ടപ്പെടുക? അള്ളാഹുവും സർവ്വജനങ്ങളും ഇഷ്ടപ്പെടും. അപ്പം അള്ളാഹുവും സർവ്വജനങ്ങളും ഇഷ്ടപ്പെടും എന്നാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം എന്നതിന് അള്ളാഹുവും സർവ്വജനങ്ങളും ഇഷ്ടപ്പെടും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതു നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? എന്തായിരിക്കും അത്? ഏത് നല്ല കാര്യങ്ങളാണെങ്കിലും അതിന് ഗുണം കുറഞ്ഞതാകും. അപ്പോൾ ഗുണം കുറഞ്ഞതാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഇനി മൂന്നാമത്തേത് നോക്കാം. പിതാവ് നമുക്ക് വാങ്ങിത്തരുന്ന വസ്തുക്കളിൽ നിന്ന് 2 എണ്ണം എഴുതാം. അപ്പോൾ 2 വസ്തുക്കൾ എഴുതാം. കുറേ വസ്തുക്കളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ, മരുന്നുകൾ, അങ്ങനെ കുറേ വസ്തുക്കളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതുക. ഇനി നാലാമത്തത്, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണവർ. ആര്? അപ്പോൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര്? നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ. നമ്മുടെ മതം പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികൾ. ഇനി അടുത്ത ഭാഗം നോക്കാം. നാലാമത്തത്, ക്രമത്തിലാക്കാം. അപ്പോൾ താഴെ ഡിസോർഡർ ആയിട്ട്, ഓർഡർ തെറ്റിച്ച്, ക്രമമല്ലാതെ കുറച്ച് വാക്കുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതാനാണ്. അപ്പം ആദ്യത്തെ നോക്കാം. നമ്മിൽ പെട്ടവനല്ല, ഭക്ഷണം കഴിക്കുന്നവൻ, അയൽവാസി, വയറു നിറച്ചു പട്ടിണി കിടക്കുമ്പോൾ. അപ്പം അതെങ്ങനെയാണ് വരിക? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഭക്ഷണം കഴിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല. അപ്പം അവിടെ വേണ്ടത് അതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഭക്ഷണം കഴിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം നോക്കാം. പൂരിപ്പിക്കാം. 1. സത്യം ഡാഷ് നന്മ ഡാഷ് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പം അതെങ്ങനെയാണ് ഇവർ അവിടെ യോജിപ്പിച്ച് എഴുതാനുള്ളത്? ഏതൊക്കെയാണ്? സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്ന്. അപ്പം അവിടെ നയിക്കുമെന്ന് എന്നാണ്. നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തേത് നന്മയിലേക്കും എന്നും രണ്ടാമത്തേത് സ്വർഗത്തിലേക്കും എന്നാണ് ഉത്തരം. അപ്പോൾ ദുആ വസിയത്തോടു കൂടെ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.